നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. ഈ കിടക്കുന്ന എന്റെ ചേട്ടനെ നോക്കണ എന്റെ മോനാണ്. ഒരു കാലില്ലാത്ത എന്റെ ചേച്ചി നോക്കണ എന്റെ മോൻ. ചേച്ചിയുടെ 2 മക്കളും ഇവിടെ ഇല്ല. സ്ട്രോക്ക് വന്ന് കിടക്കണ എന്റെ അമ്മയെ നോക്കണ എന്റെ മോൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അവനാണ് ആളായിട്ടുള്ളത്. എത്രയും വേഗം എന്റെ മോനൊന്ന് ഇറക്കി എനിക്ക് തന്നാൽ മാത്രം മതി. എനിക്ക് വേറൊന്നും പറയാനില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘർഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനും PTA പ്രസിഡന്റിനും മർദ്ദനമേറ്റു. സംഭവത്തിൽ സ്കൂളിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ സൗരവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ പുറത്താക്കിയ 18ഓളം വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ ഈ വിദ്യാർത്ഥി ഉൾപ്പെട്ടിട്ടില്ല. ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സൗരവിനെ മനഃപൂർവ്വം കേസിൽ കുടുക്കുകയായിരുന്നു എന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു. 15 വർഷത്തോളമായി കിടപ്പിലായ സൗരവിന്റെ പിതാവ് സുഗതൻ ഉൾപ്പെടെ അത്താണിയാണ് സൗരവ്. കിടപ്പിലായ അച്ഛന്റെ പ്രാഥമിക കാര്യങ്ങൾ നോക്കുന്നത് പോലും സൗരവാണ്. ഇത്തരത്തിലൊരു സംഭവത്തിൽ സൗരവ് ഉൾപ്പെടില്ല എന്ന് വീട്ടുകാർ പറയുന്നു. ജയിലിൽ പോയി സൗരവിനെ കണ്ട സമയത്ത് പറഞ്ഞത് തെറ്റ് ചെയ്യാത്ത താൻ ജയിലിൽ കിടക്കേണ്ട സ്ഥിതി ഉണ്ടായി എന്നും എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നും സൗരവ് പറഞ്ഞതായി മാതാവ് പറയുന്നു. ആഹാരം പോലും കഴിക്കാതെ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയായിരുന്നുവെന്ന് മാതാവ് പറയുന്നു. ചൊവ്വാഴ്ച 12 മണിയോടെ സൗരവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തങ്ങളെ പോലീസ് ആരും അറിയിച്ചിരുന്നില്ല എന്ന് സൗരവിന്റെ അമ്മ പറഞ്ഞു. നാട്ടുകാരാണ് വിഷയം അറിഞ്ഞതും തങ്ങളോട് പറഞ്ഞതും. പിന്നീട് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ തിരക്കുകയായിരുന്നു എന്നാണ് മാതാവ് പറഞ്ഞത്. സ്കൂളിലെ സംഭവത്തിൽ മകൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയയുമായി സംസാരിച്ച വിവരം കൈമാറുകയും ചെയ്തുവെങ്കിലും കാട്ടാക്കട പോലീസ് ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നും കോടതിയിൽ ഹാജരാക്കിയാലേ നിവർത്തിയുള്ളൂ എന്നും പോലീസ് പറഞ്ഞതായി മാതാവ് പറയുന്നു. പിന്നെ ചിലപ്പോ നിരപരാധി ആയിരിക്കാം, ഞങ്ങൾ നോക്കാവുന്നു. പ്രിൻസിപ്പൽ പറയുന്ന ആ കുട്ടിയെ വിടണം, നിങ്ങൾ ആ കുട്ടിയുടെ ഭാവി കളയുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാമെന്ന് PTA പ്രസിഡന്റും പ്രിൻസിപ്പലും പറയുന്നുണ്ട്. എന്നെ അടിച്ചവരും ബഹളം ഉണ്ടാക്കിയവരും തെറി പറഞ്ഞവരും ഒക്കെ വേറെ കുട്ടികളാണ്. 18 പേരുടെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട്. 6 കുട്ടികൾക്ക് 18 വയസ്സായി. അപ്പൊ ഇവര് തിരിച്ച് പ്രിൻസിപ്പൽ വീട്ടിൽ പോയപ്പോഴേക്ക് 5 സാറന്മാരും PTA പ്രസിഡന്റുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അന്നേരം പറയാണ്, ഞങ്ങൾ പോണതിന് മുമ്പ് പറഞ്ഞത് ടീച്ചർ പറയാണ് എന്റെ മോൻ എവിടെയാ കിടക്കണത്, എനിക്കൊന്ന് അവനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെ പറ്റിയാ സംസാരിച്ചോണ്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോൻ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടല്ലേ പ്രിൻസിപ്പലിനെ കാണണമെന്ന് പറഞ്ഞത്. പോയിട്ട് പ്രിൻസിപ്പൽ പറയണ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, എനിക്ക് ഈ അസുഖം വന്നിട്ട് കൂടെ എനിക്ക് ഈ വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ അവനെ പിടിച്ച് ഇങ്ങനെ അടച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് വിഷമം അതിനേക്കാൾ ഏറെയാണ്. എനിക്ക് അതുകൊണ്ട് അവനെ ഒന്ന് കണ്ടേ പറ്റുമെന്നാണ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴേക്ക് പറയണത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ നിരപരാധിയായ വിദ്യാർത്ഥിയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് KSU സ്റ്റേഷനിലേക്ക് പ്രകടനവും ഉപരോധവും സംഘടിപ്പിച്ചു. സൗരവിനെ കേസിൽ നിന്നും വിടുതൽ ചെയ്യുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നിയമപരമായി നേരിടുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് സജീർ പറയുന്നു. ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സൗരവ് ഇതിനൊന്നും പങ്കാളിയായിട്ടില്ല എന്നുള്ളത് ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നെ രേഖാമൂലം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കൊടുത്തിട്ടുണ്ട്. 2 അവിടുത്തെ പ്രിൻസിപ്പൾ മാത്രമല്ല PTA പ്രസിഡന്റ്, അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന, മുഴുവൻ ആളുകളും ഈ സൗരവ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ അക്രമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല, ഒരു തെറി പോലും വിളിക്കാത്തൊരു പയ്യനാണ് എന്നുള്ളത് അവർ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ശരിക്കും സൗരവാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട വാദി എന്ന് പറയുന്നത്, പരാതിക്കാരൻ പോലും സൗരവാണ്. അപ്പം അത്തരത്തിൽ സൗരവ് നിരപരാധിയാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ മനഃപൂർവ്വം സൗരവിനെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്കൂളിൽ KSUമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സൗരവ്. അപ്പോൾ ഇതിന്റെ പ്രതികളായി വരുന്ന അധ്യാപകനെ, പ്രിൻസിപ്പാളിനെയും കസേര കൊണ്ട് ആക്രമിക്കുന്നതൊക്കെ SFI അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പിന്തുണയുള്ള ആളുകളാണ്. SFIയുടെ കോളേജ് ചെയർമാൻ, സ്കൂൾ ചെയർമാൻ, അതുപോലെ തന്നെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ്. ഒന്നും രണ്ടും പ്രതികൾ എന്ന് പറയുന്നത് SFIക്കാരാണ്.
പക്ഷെ അവരെ ഒന്നും പിടിക്കാതെ നേരെ ഈ സൗരഭ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇതിൽ പങ്കാളിയല്ലാത്ത ഒരു പയ്യനെ ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പോലീസിന്റെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം അതിനകത്തുണ്ട്. നമുക്കറിയാം അത് CPMന്റെ കൃത്യമായ ഇടപെടലുണ്ട്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെയാണ് അവർ ഇതുപോലെ വേട്ടയാടിയിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വരെ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് KSU കമ്മിറ്റിയുടെ പേര്. അപ്പോൾ നമുക്കറിയാം കൃത്യമായി ഈ ഇദ്ദേഹത്തെ ഈ പേര് സൗരഭിനെ ഇതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് KSU അടക്കമുള്ള ആളുകൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് കാട്ടാക്കട പോലീസ് പറയുന്നത് വിഷയം അറിഞ്ഞു സ്ഥലത്തേക്ക് എത്തുകയും ടീച്ചർക്ക് പരുക്കുപറ്റി ആശുപത്രിയിലാണെന്ന് അറിയുകയും ചെയ്തിരുന്നു. വനിതാ പോലീസുമായി ടീച്ചറുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. മൊഴിയിൽ സൗരവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേര് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സൗരവിനെ അറസ്റ്റ് ചെയ്തത് എന്നും പറയുന്നു. ബാക്കിയുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണത്തിലാണെന്നും പ്രതികൾ ഒളിവിലാണെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, അവനല്ലേ കൊണ്ടുപോകണത്.